പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് ദുൽഹിജ്ജ 8 ആണ്. നമുക്കിന്ന് ദുൽഹിജ്ജ 8, നാളെ നമുക്ക് ദുൽഹിജ്ജ 9, നാളെ ബുധനാഴ്ച ദുൽഹിജ്ജ 9 ആണ്. നാളെയാണ് നമുക്ക് അറഫ ദിനം. ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അവർക്കിന്ന് അറഫ സംഗമമാണ്. അവർക്കിന്ന് ദുൽഹിജ്ജ 9 ആണ്. മക്കത്ത് എന്ത് നടക്കുന്നു? അറഫ സംഗമം നടക്കുന്ന പകലാണ് ഈ പകൽ. ഏകദേശം 20 മുതൽ 25 ലക്ഷം വരുന്ന ഹാജിമാർ ഇന്ന് അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടും. അവരവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യും. ആ സമയത്ത് നാട്ടിലുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഇന്നത്തെ ദിവസം മഗ്രിബ് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്നത്തെ മഗ്രിബിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറയണം, ചെയ്യണം. അതുപോലെ തന്നെ നാളെ ബുധനാഴ്ച നമുക്ക് അറഫ നോമ്പാണ്. അറഫ നോമ്പിന്റെ നിയ്യത്ത് എങ്ങനെയാണ് ഉസ്താദെ? എത്ര നിയ്യത്ത് വെക്കാം? അതുപോലെ തന്നെ ഈ അറഫ ദിവസത്തിന്റെ നോമ്പ് പിടിച്ചാൽ എന്ത് നേട്ടമാണുള്ളത്? ഇനി നോമ്പ് പിടിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളുമുണ്ട്. രോഗം കാരണമായിട്ട്, അതുപോലെ നിസ്കാരമില്ലാത്തവരായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ നാളത്തെ നോമ്പ് പിടിക്കാൻ പറ്റൂല, അപ്പൊ ഭയങ്കര വിഷമത്തിലാണ്. അവർക്കൊക്കെ ഉള്ള ഒരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കും കേട്ട് നമുക്കൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും പരിശുദ്ധമായ പരിപാവനമായ അറഫ ദിവസത്തിൽ ഹാജിമാരെല്ലാവരും അറഫ സംഗമത്തിനായി അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ലോക മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ് എന്ന് ഹാജിമാര് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അവസരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാജിമാരുടെ ദുആ എന്നൊക്കെ പറഞ്ഞാൽ അത് അച്ചട്ടായ ദുആയാണ്. പ്രത്യേകിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് അറഫ സംഗമം നടക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് ദുൽഹിജ്ജ 8 ആണ്. ഹാജിമാർക്ക് ഇന്ന് ദുൽഹിജ്ജ 9 ആണ്. അവിടെ മക്കത്ത് അറഫ സംഗമം നടക്കുകയാണ്. ലോകത്തെ ഞെട്ടിക്കുന്ന സംഗമമാണ്. ഏകദേശം 20 മുതൽ 25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ ഒരേ സമയം ഒരുമിച്ച് ചേരുന്ന അറഫ സംഗമം ഇന്ന് നമ്മൾ ഈ പറയുന്ന സമയം മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ആ അറഫ സംഗമം അവിടെ കൂടുന്ന മുഴുവൻ ഹാജിമാരെയും നീ ഏറ്റെടുത്ത് അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ, അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഹജ്ജിനായി പോയിട്ടുള്ള ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, നാട്ടുകാർ ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹജ്ജുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഹാജിമാർക്ക് ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ്. അറഫ ദിനം നമുക്ക് നാളെയാണ്. എന്താണ് ഉസ്താദെ അങ്ങനെ വരുന്നത് വ്യത്യാസം? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞതാണ്. അത് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ മാറുന്നതിനനുസരിച്ച്, കാലാവസ്ഥക്ക് വ്യതിയാനം അനുസരിച്ച്, നമ്മുടെ സമയക്രമങ്ങൾ മാറുന്നതിനനുസരിച്ചൊക്കെ അങ്ങനെ മാറ്റം വരാം. ഇപ്പോ ഇന്ന് പകലാണ്, ഈ സമയം രാത്രിയായിട്ടുള്ള എത്രയോ രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ഒരേ സമയത്തല്ല എല്ലാ രാജ്യങ്ങളിലും ബാങ്ക് വിളിക്കുക, അല്ലെ? നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കിയാൽ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പോ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് 6:40 എന്നാൽ എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ചിലപ്പോൾ 6:41 അല്ലെങ്കിൽ 6:39 അപ്പോൾ 1 മിനിറ്റ് വ്യത്യാസം, 2 മിനിറ്റ് വ്യത്യാസം. പിന്നെ അങ്ങോട്ട് കാസർഗോഡേക്ക് പോയാൽ ചിലപ്പോൾ 5, 6, 7, 8 വ്യത്യാസം. തിരുവനന്തപുരത്തേക്ക് പോയാൽ ചിലപ്പോൾ അവിടെയും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോയാൽ, കർണാടകയിലേക്ക് പോയാൽ, ഡൽഹിയിലേക്ക് പോയാൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മഗ്രിബ് ബാങ്കിൽ എല്ലാ ബാങ്കിലും വ്യത്യസ്തമായ സമയങ്ങളാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് അവിടെ അറഫ സംഗമം ഇന്ന് നടക്കുകയാണ്. നമുക്ക് നാളെയാണ് അറഫ ദിനം വരുന്നത്. അപ്പോ അവിടെ അറഫ ദിനം ഉള്ളതുപോലെ അത് നോക്കിയല്ലേ നമ്മളും അറഫ ദിനം എടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നവർക്ക് പറയാനുള്ള മറുപടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മുടെ നിലാവ് കാണുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റം വരും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ അങ്ങനെ മാറ്റമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ബേജാറാവേണ്ട കാര്യമില്ല. ഇന്നിപ്പോ നമുക്ക് ദുൽഹിജ്ജ 8 ആണ്.
ഹാജിമാർക്ക് ഇന്ന് ദുൽഹിജ്ജ 9 അറഫ ദിവസമാണ്. ഇന്നും നോമ്പുള്ളവരുണ്ടാകും. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ ഈ ചൊവ്വാഴ്ച ദിവസത്തിന്റെ നോമ്പിന്റെ നിയ്യത്തൊക്കെ പറഞ്ഞു അല്ലെ? നോമ്പിന്റെ നിയ്യത്ത് പറഞ്ഞു. അൽഹംദുലില്ലാ നോമ്പ് പിടിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും നോമ്പുകളെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ബുധനാഴ്ചയാണ് അൽഹംദുലില്ലാ നമുക്ക് അറഫ ദിനം വരുന്നത്. നാളെയാണ് നമുക്ക് അറഫ നോമ്പ് പിടിക്കാൻ പറ്റുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി അറഫ ദിവസത്തിന്റെ നോമ്പിന്റെ നിയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റും. ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ഇന്നത്തെ രാത്രി തന്നെ നിയ്യത്ത് വെക്കുക. ഞാൻ ആദ്യം തന്നെ അതിന്റെ നോമ്പിന്റെ നിയ്യത്ത് പറയാം. 2 നിയ്യത്ത് നമുക്ക് വെക്കാം. ഒന്ന്, പരിശുദ്ധമായ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ്, ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഈ ഒരു നിയ്യത്ത് എന്തായാലും വെക്കണം. കാരണം റമളാനിലൊക്കെ ചിലപ്പോൾ 5 നോമ്പോ 6 നോമ്പോ ഒക്കെ നിങ്ങൾക്ക് ആ നിസ്കാരം പോകുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ ഒരു നിയ്യത്ത് ആദ്യം തന്നെ വെക്കുക. റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. 2, അറഫ ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അല്ലെങ്കിൽ ദുൽഹിജ്ജ 9ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ ഏത് നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. അത് ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് വെക്കുക. നാളെ നമുക്ക് നോമ്പായിരിക്കും. നമ്മൾ എല്ലാവരും നോമ്പ് പിടിക്കുക. നമ്മുടെ മക്കളെ കൊണ്ടും ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിപ്പിക്കുക. കാരണം നാളത്തെ നോമ്പിന്റെ പ്രതിഫലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, അതായത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷം, കഴിഞ്ഞുപോയ വർഷം, വരാനിരിക്കുന്ന വർഷം, ഈ അപ്പോ 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്ന ഒരു നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ്. ഇനി വരാനിരിക്കുന്ന 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 1 വർഷം കൂടി അല്ലാഹു തആല ആയുസ് നീട്ടിത്തരും എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തായാലും നാളെ എല്ലാവരും നോമ്പ് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പല സഹോദരിമാരും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. പല സഹോദരന്മാരും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഉസ്താദേ, എനിക്ക് ഗുളിക കഴിക്കണം, എനിക്ക് ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് BP-യുടെ ഗുളികയുണ്ട്, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുണ്ട്, അപ്പൊ അതിന്റെ ഗുളിക മുടക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചക്ക് എന്തായാലും ഗുളിക കഴിക്കണം, എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ നിസ്കാരമില്ല ഉസ്താദേ, അതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റൂല. വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ നല്ല നിയ്യത്ത് വെക്കുക. പഠിച്ചോനെ, എനിക്ക് ഈ ഒരു അസുഖം, ഈ ഒരു പ്രയാസം, ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു അല്ലാ എന്ന് മനസ്സിൽ കരുതുക. പിന്നെയോ, നോമ്പുകാരെ പോലെ ഇരിക്കുക. നിങ്ങൾ നോമ്പുകാരെ പോലെ ഇരിക്കുക. അതായത് പരസ്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാതെ പറ്റും പോലെ എന്താണ് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലി ആ ഒരു നോമ്പാണെന്നുള്ള ഒരു ഫീല് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. പിന്നെയോ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ നമസ്കാരം ഇല്ലാത്ത ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഇനി എപ്പോഴാണോ കുളിച്ച് ശുദ്ധിയാകുന്നത് ആ ഒരു ദിവസം എന്ത് ചെയ്യും, ഈ മാസത്തിൽ തന്നെ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു നോമ്പ് പിടിക്കുക. ഒരു വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നിങ്ങൾ നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 9 എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നിയ്യത്ത് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നോമ്പ് പിടിക്കാൻ പറ്റൂലല്ലോ, വിഷമമാണ്, സങ്കടമാണ്, അങ്ങനെ സങ്കടപ്പെടേണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോ നോമ്പിന്റെ നിയ്യത്ത് നമ്മൾ പറഞ്ഞു. നാളെയാണ് നമുക്ക് അറഫ ദിനം, ബുധനാഴ്ച നാളെയാണ് അറഫ ദിനം വരുന്നത്. അറഫ നോമ്പ് നമുക്ക് നാളെയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഹാജിമാര് അവിടെ അറഫ സംഗമത്തിലാണ്. അവർക്ക് നോമ്പ് സുന്നത്തൊന്നുമില്ല. അവര് ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുകയാണ്. അൽ ഹജ്ജു അൽ അറഫ എന്നാണ്. അൽ ഹജ്ജു അൽ അറഫ, അതായത് ഹജ്ജിന്റെ മർമ്മപ്രധാനമായ ഭാഗം, മർമ്മപ്രധാനമായ ഒരു അമൽ അതെന്താണ്? ഈ അറഫ സംഗമമാണ്. അറഫ സംഗമം. ഈ അറഫ മൈതാനമൊക്കെ കാണാൻ പോയവരുണ്ടാകും. എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരിലും വാപ്പമാരിലൊക്കെ ഹജ്ജിന് പോയവരുണ്ട്, ഉംറക്ക് പോയവരുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഈ അറഫ മൈതാനമൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാകും. അല്ലാഹുവേ പടച്ചവനെ, എന്താണ് വല്ലാത്തൊരു പ്രതീതിയാണ്. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ജൂതനായ മനുഷ്യനെ കണ്ടു. ആ ജൂതനായ മനുഷ്യനെ കണ്ടപ്പോ അയാൾ പറയുകയാണ്, ഉമറെ, നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്ക് പടച്ചോൻ തന്നിട്ടുള്ള ഒരു സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾക്ക് പടച്ചോൻ തന്നിട്ടുള്ള ഒരു ദിവസം, ആ ദിവസം ഞങ്ങൾക്കാണ് കിട്ടിയതെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ഉമർ തങ്ങൾ ചോദിച്ചു, അത് ഏത് ദിവസമാണ്? നിങ്ങൾക്ക് പടച്ചോൻ ഈ ബലിപെരുന്നാളിന് തലേന്ന് അറഫ ദിനം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ദുൽഹിജ്ജ 9, അത് ഞങ്ങൾക്കാണ് കിട്ടിയതെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളാക്കുമായിരുന്നു എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാളെ ബുധനാഴ്ച സുബഹിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലാൻ മറന്നു പോവണ്ട. നാളെ സുബഹിയോടുകൂടി തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ഒരു തക്ബീർ നാളെ ബുധനാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ തുടങ്ങുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു 3 വട്ടം പറയുക. അതല്ലാത്ത സമയത്തും നമുക്കിങ്ങനെ തക്ബീറുകൾ നമുക്കിങ്ങനെ പറയാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തക്ബീർ പറയുന്ന പ്രത്യേക ഒരു വീഡിയോ ഉണ്ടാകും. അതിങ്ങനെ ഓണാക്കി വെച്ചാൽ ആ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ തക്ബീർ ഇങ്ങനെ പറയാൻ പറ്റും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, അറഫ സംഗമം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അറഫ സംഗമം നടക്കുകയാണ്. അല്ലാഹുവേ, ലക്ഷോപലക്ഷം ഹാജിമാരാണ് അവിടെ കൂടിയിട്ടുള്ളത്. ആകാശവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ഹാജിമാരായ ആളുകൾക്കും ഹാജിമാരല്ലാത്ത ആളുകൾക്കും അല്ലാഹു തആല ഒരുപോലെ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അറഫ ദിവസം. മലക്കുകളും മനുഷ്യരും സംഗമിക്കുന്ന ഒരു പകലാണ് അറഫ സംഗമം. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ കൂടിയിട്ടുള്ള അറഫ സംഗമത്തിന് കൂടിയിട്ടുള്ള ലക്ഷോപലക്ഷം ഹാജിമാരെ കണ്ടിട്ട് മലക്കുകളോട് അല്ലാഹു പറയും, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, അവർ എനിക്ക് വേണ്ടി എന്റെ വിളി കേട്ടവർ വന്നത് കണ്ടോ എന്ന് അല്ലാഹു തആല പെരുമ നടിക്കുന്ന ദിവസമാണെന്നാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നടക്കുന്ന പകലാണ്. മനുഷ്യരുടെ സമത്വം, മനുഷ്യരെല്ലാം ഒരേ രൂപത്തിലാണ് എന്നുള്ള ആ വലിയൊരു സന്ദേശം, ഒരേ രൂപത്തിലാണ്, ഒരേ വാപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് മനുഷ്യരെല്ലാവരും എന്ന വലിയ സന്ദേശം നൽകുന്ന പകലാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പെരുന്നാൾ ദിവസം കൂടിയാണ് അറഫ ദിവസം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ അറഫ ദിവസത്തിന്, അറഫ സംഗമത്തിനുണ്ട്. പിന്നെയോ മക്കത്തെ പള്ളിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഈ അറഫ മൈതാനമുള്ളത്. പോയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, ബസ്സിനാണ് നമ്മൾ പോവുക. പക്ഷെ ഇപ്പോ ഹാജിമാരൊക്കെ ഈ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾക്കായി പലരൊക്കെ നടന്നു പോകും. ഈ 20 കിലോമീറ്റർ അവർ നടക്കും. അല്ലാഹ്, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ തോന്നും. പിന്നെ ട്രെയിൻ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ബസ്സുണ്ട്, പല സംവിധാനങ്ങളും ഉണ്ട്. കാലുപാടില്ലാത്തവർ, വയ്യാത്തവർക്കൊക്കെ ബസ്സിനാണെങ്കിലും അങ്ങോട്ടൊക്കെ പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ മിനായിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 50 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാൻ പറ്റുന്ന, ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു മൈതാനമാണ് ഈ അറഫ മൈതാനം. അതുപോലെ തന്നെ 10 കിലോമീറ്റർ നീളത്തിലാണ്, 9 കിലോമീറ്റർ വീതിയിലാണ് ഈ അറഫ മൈതാനമുള്ളത്. അവിടെ ഈ അറഫ മൈതാനത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദുൻ നമിറ എന്ന. മസ്ജിദുൻ നമിറ 6 മിനാരങ്ങളുള്ള വലിയ പള്ളിയാണ്. വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം ആണ് ആ പള്ളി തുറക്കുക എന്നാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം. അതെന്നാണ്? ഈ അറഫ ദിവസത്തിന്റെ അന്ന്. അറഫ ദിവസത്തിന്റെ അന്ന് അവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളി തുറക്കുക. പള്ളിയിൽ 4 ലക്ഷം ആളുകളാണ് കൊള്ളുക. പിന്നെയും കിടക്കുന്നു 10-20ഓളം ലക്ഷം ആളുകൾ. അവരൊക്കെ എവിടെയാണ്? ആ അറഫ മൈതാനത്തിൽ പല പ്രദേശങ്ങളിലായി അവരവിടെ ഉണ്ടാകുമെന്നാണ്. അവിടെ മസ്ജിദുൻ നമിറ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും അതുപോലെ തന്നെ മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദുൻ നമിറ എന്ന്. ലോകത്ത് എത്രയോ ഭാഷകളുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളത്തിലും മസ്ജിദുൻ നമിറ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹുവേ, എത്ര അത്ഭുതമാണ് അറഫ! അറഫ സംഗമം എത്ര വലുതാണ്! എന്തിനാണ് ഈ അറഫ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം ഒരുപാടുണ്ട്. മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, അവരെ രണ്ടുപേരും സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു. അവർ ഒരുപാട് നാൾ കാണാതെ ഇരുന്നു. അവസാനം രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. അവർ മനസ്സിലാക്കി, രണ്ടുപേരും തിരിച്ചറിഞ്ഞു. അവർ രണ്ടുപേരും മനസ്സിലാക്കിയത് എവിടെ വെച്ചാണ് തിരിച്ചറിഞ്ഞത്? ഈ അറഫ മൈതാനത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് ആ മൈതാനത്തിന് അറഫ പരസ്പരം തിരിച്ചറിഞ്ഞു എന്നുള്ള ആ ഒരു പേര് വരാനുള്ള കാരണം. അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന്റെ അമലുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഈ മൈതാനത്ത് വെച്ചാണ്. അപ്പൊ ഹജ്ജിന്റെ അമലുകളൊക്കെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി എന്ന് ഇബ്രാഹിം നബി തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്. ആ ഒരു സംഭവം നടന്നത് ഈ അറഫ മൈതാനത്ത് വെച്ചാൽ. പിന്നെയോ ലക്ഷോപലക്ഷം ഹാജിമാർ അവരുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ പാപിയാണെന്ന് സ്വന്തമായി തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്, ഒരു സ്ഥലമാണ് അറഫ സംഗമം, അറഫ ദിവസം. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ പ്രതിഫലങ്ങൾ, എത്രയോ നേട്ടങ്ങളാണ് ഈ അറഫ ദിനത്തിൽ നമുക്ക് കിട്ടാനുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി അതേതാണ്? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെങ്കിൽ ഒരു നാണയത്തിന്റെ ഒരു വശം ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ഇപ്പുറത്തെ വശം അതേതാണ്? അത് അറഫയാണ്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ്. ഈ അറഫ സംഗമം, ഈ അറഫയുടെ പകലിലാണ് പിശാച് ഏറ്റവും കൂടുതൽ നിന്യനും നിസാരനും ആർക്കും വേണ്ടാത്തവനും മുതുകൊടിഞ്ഞവനും തലയിലൊക്കെ ഇങ്ങനെ മണ്ണ് വാരിയിട്ടിട്ട് അവന് ഓടുമെന്നാണ്. കാരണം ഇത്രയും ആളുകൾക്ക് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് കാണുമ്പോൾ അവനിങ്ങനെ അട്ടഹസിച്ച് ഓടി നാണം കെട്ടുപോകുമെന്നാണ്. അല്ലാഹുവേ, എത്രയോ പ്രതിഫലമാണ്, എത്രയോ പ്രതിഫലമാണ്. ഏത് ഹാജിമാർക്കും, ഏത് ഹാജിയാണെങ്കിലും അത് വയസ്സാവട്ടെ, രോഗമുള്ളവനാവട്ടെ, ഇല്ലാത്തവനാവട്ടെ, പെണ്ണാവട്ടെ, ആണാവട്ടെ, ചെറുതാവട്ടെ, വലുതാവട്ടെ, എല്ലാവരും ഇന്നത്തെ ദിവസം എവിടെ ഉണ്ടാവണം? ഇന്നിപ്പോ അറഫ സംഗമമാണല്ലോ, ഇന്ന് അറഫയിൽ വരണം. ഇന്നത്തെ മഗ്രിബിന് മുമ്പ് അറഫയിൽ ഒരു അല്പസമയമെങ്കിലും ഹാജിമാരുണ്ടാവണം. എന്നാലേ അവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടൂ എന്നാണ്. അറഫയിൽ ആരെങ്കിലും പോയില്ല എങ്കിൽ, കാലുവേദന കൈവേദനയായിട്ട് ആരെങ്കിലും പോയില്ല എങ്കിൽ അവർക്ക് ഈ വർഷത്തെ ഹജ്ജ് കിട്ടൂല എന്നാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും അമലൊന്നുമില്ല, അവിടെ പോയി ഒന്ന് നിൽക്കണം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഈ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫ ദിവസത്തിലെ ദുആയാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ദിക്റുകളൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഇതൊക്കെ 100 പ്രാവശ്യം വീതം ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അതൊക്കെ ചൊല്ലുക. അത് ഇന്നും ചൊല്ലാം, നമുക്ക് നാളെയാണ് നമുക്ക് അറഫ ദിവസം, നാളെയും നമുക്ക് ഇതൊക്കെ ചൊല്ലാം. അതുപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇങ്ങനെ അറിയാവുന്ന ദിക്റുകൾ ചൊല്ലുക, തസ്ബീഹുകൾ ചൊല്ലുക, ഇസ്തിഗ്ഫാർ പറയുക, ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയുക, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, സൂറത്തുൽ ഫജ്ർ ഓതുക, സൂറത്തുൽ ഹജ്ജ് ഓതുക. അങ്ങനെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പറ്റുന്നത് പോലെ സ്വതക്ക കൊടുക്കുക, കുടുംബ ബന്ധം ചേർക്കുക, ആരോടും പിണങ്ങിയോ വഴക്കിട്ടോ കഴിയണ്ട. ആരെങ്കിലും രോഗികളായിട്ട് നമ്മുടെ അയൽവാസികളിൽ ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കുക, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇന്ന് നോമ്പ് പിടിച്ചവരുണ്ട്, അൽഹംദുലില്ലാഹ്, നാളെ എല്ലാവരും നോമ്പുകാരായിരിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ, ഏകദേശം ഒരു 10-12ഓളം കാര്യങ്ങൾ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഈ വർഷത്തെ ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നാളെയാണ് അറഫാ ദിനം. നാളെ അറഫാ ദിനം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നാളെ ബുധനാഴ്ച നമുക്ക് അറഫാ നോമ്പാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി തന്നെ എന്താണ് ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലുക. നിസ്കാരം ഒന്നും ഒഴിവാക്കരുത്. ജമാഅത്തായി തന്നെ പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കുക, ഉമ്മമാര് വീട്ടിൽ തന്നെ നിസ്കരിക്കുക. വീട്ടിൽ തന്നെ നിസ്കരിക്കുമ്പോൾ നാളെ സുബഹിക്ക് ശേഷം തൊട്ട് എന്ത് ചെയ്യുക? തക്ബീർ ചൊല്ലാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഉളഹിയ്യത്ത് അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതുക, അല്ലാഹുവേ, ഈ ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ ഈ ഒരു അറിവോട് കൂടി എൻ്റെ വീട്ടിലെ, എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ശരീരത്തിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങളെല്ലാം നീ മാറ്റി തരണേ അല്ലാഹ് എന്നൊക്കെയുള്ള നല്ല നിയ്യത്തുകളൊക്കെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.